അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ അറിയിക്കുന്നു. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅമാൽ കുല്ലു ആമിൻ അൻതും ബിഖൈർ. വർഷം മുഴുവനും നിങ്ങൾക്ക് നന്മ ഉണ്ടാവട്ടെ. എല്ലാവരിൽ നിന്നും അല്ലാഹു തആല സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. മഹത്തുക്കൾ പരസ്പരം ആശംസാവാചകങ്ങളായി ഇത് കൈമാറിയിരുന്നു എന്ന് കിതാബുകൾ കാണാം. ബലിപെരുന്നാൾ വരുന്ന സന്ദർഭത്തിൽ മഹാനരായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെയും കുടുംബത്തിന്റെയും ത്യാഗസ്മരണകൾ നമ്മൾ ഓർക്കുകയും അതിൽ നിന്ന് ധാരാളം പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യണം. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഉദ്ഹിയ്യത്ത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. നിങ്ങൾ റബ്ബിന് വേണ്ടി നിസ്കരിക്കുകയും അറവ് നടത്തുകയും വേണം. അള്ളാഹുവിന് ഇബാദത്തുകൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ മനുഷ്യർക്ക് ആവശ്യമായ ഭക്ഷണ വിതരണവും നടത്തേണ്ടതുണ്ട്. രണ്ടും ചേരുമ്പോഴാണ് ഇസ്ലാം പൂർണ്ണമാവുന്നത്. ഉദ്ഹിയ്യത്തിന്റെ വിധി പറയുന്നിടത്ത് അത് ശക്തമായ സുന്നത്താണ്. എന്നാൽ കഴിവുള്ളവർ അത് ഉപേക്ഷിക്കുന്നത് കറാഹത്താണ്. ഒരു ആട് അല്ലെങ്കിൽ മാട്, ഒട്ടകം ഇവകളാണ് ഉദ്ഹിയ്യത്ത് അറക്കാൻ പറ്റിയ മൃഗങ്ങൾ. അതിൽ ആട് ഒരാൾക്കും മാട് ഒട്ടകങ്ങളാണെങ്കിൽ അതിൽ 7 പേർക്ക് വരെ ഷെയർ കൂടാവുന്നതാണ്. ന്യൂനതയില്ലാത്ത മൃഗങ്ങളെയാണ് അറുക്കേണ്ടത്. അതോടൊപ്പം നൽകപ്പെടേണ്ടത് ഫക്കീർ, മിസ്കീന് എന്നിവർക്കാണ്. അതേ സ്ഥാനത്ത് ഉദ്ഹിയ്യത്ത് 2 വിധമുണ്ട്. നേർച്ചയാക്കിയാൽ അത് നിർബന്ധമാണ്. നിർബന്ധമായ ഉദ്ഹിയ്യത്താണെങ്കിൽ അതിൽ നിന്നും ധനികർക്ക് കൊടുക്കാൻ പാടില്ല. സുന്നത്തായ ഉദ്ഹിയ്യത്തിൽ പാവപ്പെട്ടവർക്കും ധനികർക്കും ഒക്കെ കൊടുക്കാവുന്നതാണ്. എന്നാൽ അതിൻ്റെ സമയം പെരുന്നാൾ ദിവസം സൂര്യൻ ഉദിച്ചുയർന്ന് 2 റക്അത്ത് നിസ്കാരവും ഖുതുബയും നിർവഹിച്ച് അതിൻ്റെ സമയം പ്രവേശിച്ചു. അയ്യാമത്ത് ശരീക്കിൻ്റെ അവസാന ദിവസം വരെ അറുക്കാവുന്നതാണ്. അതിനുശേഷം അറുത്താൽ പിന്നെ അത് ഉദ്ഹിയ്യത്താവുകയില്ല. ഉദ്ഹിയ്യത്ത് മാംസം അത് നൽകേണ്ടത് മുസ്ലിമീങ്ങൾക്കാണ്. എന്നാൽ മറ്റു സ്വതക്കകൾ, ഭക്ഷണ വിതരണങ്ങളൊക്കെ അമുസ്ലിങ്ങൾക്ക് നൽകാം. ഉദ്ഹിയ്യത്ത് തന്നെ സയ്യിദന്മാർക്ക് നൽകാൻ പറ്റുകയില്ല എന്ന് കിതാബുകളിൽ കാണാം. അപ്പം അതുകൊണ്ട് തന്നെ അത് പ്രത്യേകമായ നിബന്ധനകൾ അടങ്ങിയ ഒരു ആരാധനാ കർമ്മമായതുകൊണ്ട് തന്നെ അത് അതിൻ്റെ രൂപത്തിൽ തന്നെ നിർവഹിക്കണം. ഒരാൾ നിർവഹിക്കുമ്പോൾ മറ്റൊരാൾ വക്കാലത്ത് ഏൽപ്പിക്കാം. ഈ വക്കാലത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ അവർക്ക് അവിടെ സന്നിഹിതമാവാൻ സാധിക്കുമെങ്കിൽ ഉദ്ഹിയ്യത്തിന് അവർ സന്നിഹിതമാവണം. അവിടെ ആളെ കാണിക്കുന്നതിന് വേണ്ടിയോ എണ്ണപ്പെരുപ്പത്തിന് വേണ്ടിയോ ആവരുത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ. ഇറച്ചിയോ രക്തമോ അള്ളാഹുവിലേക്ക് എത്തുകയില്ല. മറിച്ച് വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങളുടെ മനസ്സിന്റെ ഉദ്ദേശവും അതിന്റെ ഭക്തിയും ഹൃദയത്തിലുള്ള തഖ്വയുമാണ് അല്ലാഹു തആല പരിഗണിക്കുന്നത് എന്ന് വളരെ ഇഖ്ലാസോടുകൂടെ. അതുകൊണ്ടാണ് നേരത്തെ റബ്ബിക, നിങ്ങൾ റബ്ബിന് വേണ്ടി നിങ്ങൾ നിസ്കരിക്കുകയും റബ്ബിന് വേണ്ടി നിങ്ങൾ അറവ് നടത്തുകയും ചെയ്യണമെന്ന് ഖുർആൻ പ്രത്യേകം നമ്മെ ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ.